ഹലോ ഹബീബീസ്, ഹൗ വാസ് യുവർ ഡേ? നിങ്ങൾക്കുണ്ടോ ഇങ്ങനെ ലാപ്ടോപ്പിൽ സ്റ്റിക്കർ ഒട്ടിക്കുന്ന ശീലം? ഇന്ന് എൻ്റെ ഒക്ടോപ്പസ് ട്രീയുടെ അല്ലെങ്കിൽ അംബർല ട്രീയുടെ കഥ പറയാനാണ് ഞാൻ ഈ വ്ളോഗ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഇത് കണ്ടോ, ഞാൻ 3 വർഷങ്ങൾക്ക് മുന്നേ എൻ്റെ അടുത്തേക്ക് ഇങ്ങനെയാണ് എൻ്റെ ചെറിയ ഫോർഡ് ഫോക്കസിൽ വെച്ചിട്ടാണ് ഇവനെ കൊണ്ടുവന്നത്. ഐ കോൾ മൈ ട്രീ ആസ് ഏഞ്ചൽ. എൻ്റെ കൂടെ CJ അല്ലാണ്ട് ഇത്രയും വർഷം ട്രാവൽ ചെയ്തേക്കുന്ന മറ്റൊരു ലിവിങ് ബീയിങ് ആണ് ഈ അംബർല ട്രീ. ഭയങ്കര ചൂടാണ് നമ്മുടെ പുതിയ വീട്ടിലെ. കർട്ടൻ ഇടാത്തതുകൊണ്ട് ആ ഇലയിൽ നിന്ന് എന്തോ പശപ്പശപ്പ് താഴെ വീണ് ഭയങ്കരമായിട്ട് ഒട്ടുകയായിരുന്നു. അപ്പം ഞാൻ തീരുമാനിച്ചു, കഴുകൽ ഇത്ര കറക്റ്റായിട്ട് പോകുന്നില്ല. പിന്നെ കുറേ റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്ത് വ്ളോഗുകളൊക്കെ വായിച്ച് നമ്മുടെ ഗ്രോവേഴ്സിനോടൊക്കെ അഡ്വൈസ് ചോദിച്ച് ഐ ഡിസൈഡഡ് ടു കട്ട് ഇറ്റ് ഓഫ്. ഇറ്റ് വാസ് ഹേർട്ട് ബ്രേക്കിംഗ് ഫോർ മീ. ഞാൻ ഒത്തിരി നേരം ഇരുന്ന് സംസാരിച്ച് യു വിൽ ഗെറ്റ് ബെറ്റർ, ഐ വിൽ മേക്ക് ഷുവർ യു വിൽ ഗെറ്റ് ബെറ്റർ എന്നൊക്കെ പറഞ്ഞ് ഉറപ്പ് കൊടുത്തിട്ടാണ് ഈ ഒരു ട്രിമ്മിങ്. ചൈനീസ് മിത്തോളജിയിൽ പറയുന്നുണ്ട്, പ്രൂണിങ് ഈസ് വൺ ഓഫ് ദ മെയിൻ തിങ് ദാറ്റ് യു മേക്ക് എ ട്രീ ഗ്രോ ഫോർ ലോങ്ങർ പീരീഡ്. നമ്മളായാലും അങ്ങനെയാണല്ലോ. ഓരോ സമയത്ത് നമ്മൾ നമ്മുടെ ലൈഫിൽ ചേഞ്ചസ് വരുത്തിക്കൊണ്ടേയിരിക്കും. ആ ചേഞ്ചസ്, ആ ബിലീഫിങ് അല്ലെങ്കിൽ ആ ഡിലീഫിങ് ഈസ് വൺ ഓഫ് ദ മെയിൻ ക്യാരക്ടർ ദാറ്റ് വി ബിൽഡ് ഫോർ അവർ സെൽഫ്. അങ്ങനെ ആ പശപ്പശപ്പൊക്കെ ഭിത്തിയിൽ നിന്നും ജനലിൻ്റെ സൈഡിൽ നിന്നും നിലത്തു നിന്നൊക്കെ നല്ലോണം തേച്ചൊരച്ച് കഴുകിയിട്ട് ഞാനിത് കനേഡിയൻ ടയറിൽ നിന്ന് വാങ്ങിച്ച 40x40 ഒരു മാറ്റ് പോലത്തെ ഒരു സംഭവമാണേ. അതിന് മുകളിൽ ഇവനെ വയ്ക്കാമെന്നാണ് ഞാൻ വിചാരിച്ചേക്കുന്നത്. അങ്ങനെ അവനെ കുറച്ച് ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്ത് പുതിയ സോയിലൊക്കെ ഇട്ട് അതിൻ്റെ മുകളിലൂടെ കുറച്ച് മാനുവറൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് എൻ്റെ ഗാർഡനിൽ ഓരോരോ ചെറിയ ചെറിയ പണികളിലൂടെ ഞാനിങ്ങനെ ആസ്വദിച്ച് നടക്കുമായിരുന്നു. I feel so blessed. I feel so happy and rejuvenated when I am working along with my garden. ചെറിയ ചെറിയ സംഭവങ്ങളുള്ളൂ കേട്ടോ. എന്നാലും ഹാപ്പിനെസ് ഈസ് ഡൂയിങ് സ്മോൾ ലിറ്റിൽ തിങ്സ്, റൈറ്റ്?